പ്രവാസികളെ സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലെ പരിഗണിച്ച് പെൻഷൻ അടക്കം ലഭ്യമാക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രവാസി ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഹനീഫ മുന്നിയൂർ. പ്രവാസികളെ പറഞ്ഞു പറ്റിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. മടങ്ങിയെത്തുന്ന പ്രവാസികളെ രണ്ടാം തരം പൗരന്മാരായാണ് കാണുന്നത്. കണ്ണൂരിൽ നടന്ന പ്രവാസി ലീഗ് അവകാശ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന പ്രവാസികളെ ഒരു തരത്തിലും പരിഗണിക്കാത്ത സമീപനമാണ് സർക്കാരുകൾ സ്വീകരിക്കുന്നതെന്ന് പ്രവാസി ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഹനീഫ മുന്നിയൂർ പറഞ്ഞു. സ്വാതന്ത്ര്യസമര സേനാനികളെ പോലെ തന്നെ പരിഗണിക്കേണ്ട വിഭാഗമാണ് പ്രവാസികളും. അത്രയേറെ ത്യാഗം സഹിച്ചാണ് അന്യരാജ്യങ്ങളിൽ അവർ ജോലി ചെയ്ത് സമ്പാദ്യം നാട്ടിലേക്ക് അയക്കുന്നത്. എന്നാൽ അവർക്ക് പെൻഷൻ പോലും അനുവദിക്കുന്നില്ല. ഒരു സർക്കാർ സഹായവും കിട്ടുന്നുമില്ല. ഈ നിലപാട് സർക്കാർ തിരുത്തണമെന്നും ഹനീഫ മുന്നിയൂർ ആവശ്യപ്പെട്ടു. അവസാനം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് 60 കഴിഞ്ഞ പ്രവാസികളെ ആനുകൂല്യങ്ങളും പെൻഷൻ നൽകുന്ന പദ്ധതിയിൽ ക്ഷേമനിധിയിൽ ഉൾപ്പെടുന്നതിനെ കുറിച്ച് പരിഗണനയിൽ ഇല്ല എന്നാണ്. കേരളത്തിലെ തിരിച്ചു വന്ന പഴയകാല പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് പോരാടിയ കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്ന് പരിഗണിക്കപ്പെടേണ്ടവരാണ്. തിരിച്ചുവരുന്ന പ്രവാസികളോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാട്ടുന്ന നീതി നിഷേധത്തിനെതിരെ കണ്ണൂരിൽ നടന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഹനീഫ മുന്നിയൂർ. പ്രവാസി ഇൻഷുറൻസ് പദ്ധതിയിൽ തിരിച്ചുവന്ന പ്രവാസികളെയും ഉൾപ്പെടുത്തുക, 60 കഴിഞ്ഞ പ്രവാസികളെ പെൻഷനടക്കമുള്ള ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തുക, പ്രവാസി പുനരധിവാസ പദ്ധതികൾ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി മുഖ്യപ്രഭാഷണം നടത്തി. പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് CPV അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി UP അബ്ദുൾ റഹ്മാൻ, ഖാദർ മുണ്ടേരി, ഇബ്രാഹിം മുണ്ടേരി, KC അഹമ്മദ്, PM മുഹമ്മദ് കുഞ്ഞി ഹാജി, KP ഇസ്മയിൽ ഹാജി, ഖാദർ മുണ്ടേരി, നാസർ കേളോത്ത്, അഹമ്മദ് പോത്താങ്കണ്ടം, മുനവർ അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.